ഹണി ട്രാപ്പ് വിവാദത്തിൽ കലങ്ങി മറിഞ്ഞ് കർണാടക നിയമസഭ 48 MLA-മാരെ ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തിയെന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണയുടെ നാടകീയ വെളിപ്പെടുത്തൽ. അതിനിടെ പൊതുകരാറുകളിൽ 4% ന്യൂനപക്ഷ സംവരണം നൽകുന്ന ബില്ല് നിയമസഭയിൽ പാസാക്കി. ബിൽ പാസാക്കിയതിലും ഹണി ട്രാപ്പ് വിവാദത്തിലും പ്രതിഷേധിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും അച്ചടക്ക ലംഘനം നടത്തുകയും ചെയ്ത 18 BJP MLA-മാരെ സസ്പെൻഡ് ചെയ്തു. കർണാടകയിൽ 48 MLA-മാരെ പല കാലങ്ങളിലായി ഹണി ട്രാപ്പിൽ കുടുക്കി ഭീഷണിപ്പെടുത്തുകയാണെന്ന സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണയുടെ നാടകീയ വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ പ്രതിഷേധത്തിനാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ആരോപണ വിധേയരായവരിൽ ദേശീയ നേതാക്കളും കർണാടക മന്ത്രിമാരും പ്രതിപക്ഷത്തെ ഉന്നതരും ഉൾപ്പെടെ പൊതുരംഗത്തെ പ്രമുഖർ ഉണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. കർണാടക ഇപ്പോൾ CD പെൻഡ്രൈവുകൾ എന്നിവയുടെ ഒരു ഫാക്ടറിയായി മാറിയിരിക്കുന്നുവെന്ന് പറഞ്ഞ മന്ത്രി ഇതിൽ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും MLA-മാർ ഉണ്ടെന്നും വെളിപ്പെടുത്തി. എന്നാൽ ഹണി ട്രാപ്പ് ഭീഷണിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നായിരുന്നു BJP-യുടെ ആരോപണം. എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ലെന്ന് BJP അംഗങ്ങൾ ചോദ്യം ഉന്നയിച്ചു. ആരെങ്കിലും പരാതി നൽകിയാൽ അന്വേഷണം പ്രഖ്യാപിക്കാമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മറുപടിയും നൽകി. എന്നാൽ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു. ബ്ലാക്ക് മെയിലിന്റെയും ബലപ്രയോഗത്തിന്റെയും തെളിവുകൾ സൂചിപ്പിക്കുന്ന CD-കൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ബഹളത്തിനിടയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അടക്കം സർക്കാരിന്റെ നിർമ്മാണ കരാറുകളിൽ ന്യൂനപക്ഷത്തിന് 4% സംവരണം നൽകുന്ന ബില്ല് സംസ്ഥാന സർക്കാർ പാസാക്കി. ഇതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. BJP നേതാക്കൾ സഭയുടെ നടുത്തളത്തിൽ ഇരച്ചുകയറി മുദ്രാവാക്യം വിളിച്ചു. സ്പീക്കർക്ക് നേരെ സംവരണ ബില്ല് വലിച്ചു കീറിയെറിഞ്ഞു. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയ 18 BJP MLA-മാർക്കെതിരെ അച്ചടക്ക ലംഘനത്തിന് സ്പീക്കർ നടപടിയെടുത്തു. സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA-മാരെ മാർഷലുകൾ ഇടപെട്ടാണ് പുറത്താക്കിയത്. പ്രതിപക്ഷ ചീഫ് വിപ്പ് ദൊഡ്ഡനോഗൌഡ H. പട്ടീൽ, അശ്വത് നാരായൺ CN, SR വിശ്വനാഥ്, BA ബസവരാജ്, MR പട്ടീൽ എന്നിവരെ ഉൾപ്പെടെയാണ് സസ്പെൻഡ് ചെയ്തത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.